ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്ഡ് ഫോർ അസ്. ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച ഒരു സൂപ്പർ ഡേനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനായിട്ട് രാവിലെ തന്നെ ജിഷ്ണു ബീഫ് മേടിച്ചിട്ടുണ്ടെന്നുണ്ട് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സഞ്ജുവും അതേപോലെ ചാന്തുവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സഞ്ജുവും ജിഷ്ണുവും കൂടെ ഇതാ ചിക്കൻ മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു പാർട്ടി നടത്താനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയുള്ളൊരു കപ്പിൾ പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരിതേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനും അതേപോലെ തന്നെ ബീഫ് വരട്ടാനുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സാധനങ്ങളൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്കതൊക്കെ വൃത്തിയാക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും പിന്നെ വട്ടമിട്ടിരുന്ന് അത് വൃത്തിയാക്കാനുള്ള പരിപാടിയിൽ അങ്ങോട്ട് തുടങ്ങി. കത്തിക്ക് മൂർച്ചയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കത്തി മൂർച്ച കൂട്ടിയിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 10-11 മണി ആയപ്പോഴാണ് കേട്ടോ ഈ പരിപാടി അങ്ങ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ കുറച്ച് പരിപ്പടയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു ഞങ്ങൾ, ഇത് നന്നാക്കിക്കൊണ്ട് തന്നെ അങ്ങോട്ട്. അപ്പോൾ അതേപോലെ തന്നെ ബീർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീറൊന്ന് അടിക്കാലോ എന്നുള്ള സ്റ്റാർട്ടിങ്ങിലായിരുന്നു കേട്ടോ. കുറച്ച് മേടിച്ചിട്ടുണ്ടായുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചിട്ട് അതിൻ്റെ ബീർ ഗ്ലാസ് ഒക്കെ ഉണ്ട്, ബീർ ഗ്ലാസ്സിലൊക്കെ അടിച്ച് കുടിക്കുക എന്നുള്ള പ്ലാനിലും ആ ഒരു എൻജോയ്മെൻറ്റ് അങ്ങോട്ട് തുടങ്ങുക എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേ പതയാതെ എങ്ങനെ ഒഴിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ട് അവർ ഒഴിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഇതാ ബീറും ഒക്കെ ചേസ് അടിച്ച് അങ്ങ് പരിപാടി തുടങ്ങി. അപ്പോഴാണ് ഓണായത്, നമ്മുടെ പരിപാടി ഓണായത് അപ്പോഴാണ്. പിന്നെ അതാ മേലിൽ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്, സെറ്റാക്കാനുണ്ട്. നമ്മൾ പരിപാടി മേലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ചാന്തും കൂടെ ബീഫൊക്കെ ഒന്ന് ചെറുതായി നുറുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരുന്ന് ആ ബീഫൊക്കെ അങ്ങോട്ട് ചെറുതാക്കി നുറുക്കിയും അതിന് മസാല പുരട്ടാക്കി ഇഴുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് രാത്രിയാണ് പരിപാടി. അപ്പോൾ ഉച്ച തൊട്ട് തുടങ്ങിയാൽ നമുക്ക് ഈ പരിപാടികളൊക്കെ സെറ്റാക്കാമല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ വർത്താനം പറയലായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ +2 തൊട്ടുള്ള ഫ്രണ്ട്സാണ്. +2ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ തൊട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ലവ് സ്റ്റോറീസും സ്റ്റാർട്ടാവുന്നത് കേട്ടോ. ഇനിതാ അപ്പം ഞങ്ങൾ അകത്ത് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തതേ ജിഷ്ണുവും ഹരിയൊക്കെ കൂടിയിട്ട് മേലിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഗ്രില്ല് ചെയ്യണമല്ലോ, അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള ഇഷ്ടികകളും ഒക്കെ ആണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത് അവർ. ഇനി ഞങ്ങളിതേ ബീഫ് നന്നാക്കലും ബീഫ് കുക്കറിലിടലൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്യണം, അതിന് മസാലയൊക്കെ പുരട്ടി വെക്കണമല്ലോ. ഞങ്ങളുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ +2ൽ ഒന്നിച്ച് എത്തിയ ആൾക്കാരാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ സ്കൂളിൽ നിന്ന് ഇവരുടെ സ്കൂളിലേക്ക് എത്തിയ ആളായിരുന്നു. ഇവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഹ്യൂമാനിറ്റീസ് ബാച്ചുകാരായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് എത്തിയപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സായത്. ഞാനും ചാന്തും സ്നേഹയും അതേപോലെ നല്ല ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് നോക്കി വന്ന ആൾക്കാരാണ്, അതേപോലെ നോക്കി വന്ന ആൾക്കാരാണ് സഞ്ജുവും ജിഷ്ണുവും അതേപോലെ തന്നെ ശരത്തും. അങ്ങനെ അവിടെ തുടങ്ങിയതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഞങ്ങൾ 3 പേരും +2 പഠിക്കുമ്പോൾ പ്രേമം തുടങ്ങിയ ആൾക്കാരാണ്. ഇപ്പോൾ ദാ 3 ആൾക്കാരും കല്യാണം കഴിഞ്ഞു. സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റി എന്നതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ സക്സസ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുക, ഒന്നിച്ച് കൂടുക, ഒന്നിച്ച് പോവുക, എല്ലായിടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും നന്നായി സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ +2 ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി ലൈഫ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 കപ്പിൾസും അത്രയും സപ്പോർട്ടും അത്രയും ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതെൻ്റെ +2 ലൈഫാണ്. ഞാൻ അതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ ലവിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ലൈഫിലൊരു ഫേസ് എന്ന് പറയുന്നത് ആ +2 ഫേസാണ്. ഇവരൊക്കെ കണ്ടുമുട്ടിയ ആ ഒരു ഫേസ്, പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ജിഷ്ണുവിന് എനിക്ക് കിട്ടിയ ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസുമാണ്, അതേപോലെ തന്നെ ഒരു ഫേസുമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ അതാ ഞങ്ങളുടെ പരിപാടി തുടങ്ങി നൈറ്റായത്. ഇതാണ് അവർ മേലിൽ സെറ്റ് ചെയ്തത്. ഫുള്ള് മാല ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് ലൈറ്റ് പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് കത്തിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ബീറടിക്കലുണ്ട്. ബീറടിച്ച് ചില്ലാവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അതേപോലെ ഗ്രില്ല് ചെയ്യലും ബീഫ് വരട്ടിയതും, ഇത്രയായിരുന്നു നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ചില്ല് ചെയ്യുക, നമ്മൾ മാത്രമായിട്ട് ഫ്രണ്ട്സ് പാട്ട് വയ്ക്കുക, അങ്ങനെ ഞങ്ങൾ കപ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹയും ശരത്തും അതേപോലെ തന്നെ സഞ്ജുവും ചാന്തുവും ഞാനും ജിഷ്ണുവും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ഡേ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്, ഞങ്ങൾ കൂടിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചിക്കനൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ഗ്രില്ല് ചെയ്യാനിട്ടു.
ഇനി കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. കപ്പിൾസ് ടൈമായി അവിടെ. അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് ബീർ അടിച്ച് നോക്കാനായിട്ട്. ഞാൻ കഴിക്കാറില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതായിരുന്നു തുപ്പുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. പക്ഷെ എനിക്കെന്തോ അതിൻ്റെ മണം അങ്ങ് പിടിക്കില്ല. ഞാൻ എല്ലാത്തിനും എല്ലാവരും കൂടെ കൂടുകയൊക്കെ ചെയ്യും, പക്ഷേ എനിക്കെന്തോ സ്മെല്ല് അത്ര ഇഷ്ടമല്ല. അത് കാരണമാണ് കേട്ടോ. കുറേ നാളായി ഇങ്ങനെ ഒരു പരിപാടി വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവില്ല. ഓരോരുത്തർ ഗൾഫിൽ അല്ലെങ്കിൽ അങ്ങനെ പുറത്തൊക്കെ ആയിരിക്കും. അപ്പം 3 കപ്പിൾസും കൂടെ കിട്ടുന്ന ഒരു ടൈം നോക്കി അങ്ങ് വെച്ചതാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന 3 ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് ഒത്തുകൂടണം എന്നുള്ളത്. കാരണം നമ്മൾ പ്രേമിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ 3 പേരും കൂടി 3 കപ്പിൾസ് ഒത്തുകൂടുന്ന ഒരു പരിപാടി നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഞങ്ങളുടെ വീടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരെയും വിളിക്കുക, ഫുഡ് ഉണ്ടാക്കുക, കൊടുക്കുക എന്നുള്ളത്. എനിക്കും ജിഷ്ണുവിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സൊക്കെ വരുന്നതും അവരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊറ്റൊരു പ്ലേസും നമ്മുടെ വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഒരു പരിപാടിയാക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അതിൽ എന്താ പറയുക ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണല്ലോ ഒരു ഹാപ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും വരികയും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കുക്കിങ്ങും ക്ലീനിങ് അങ്ങനെ എല്ലാ പരിപാടികളും ഒന്നിച്ച് ചെയ്തപ്പോൾ ആ ഒരു ഡേ ഫുള്ളി ഹാപ്പി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ ഫുഡ് കഴിക്കാൻ മാത്രം പോവുകയും ഫുഡ് കഴിക്കാൻ മാത്രം പുറത്ത് പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും കുറച്ചും കൂടെയും ഒരു പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പിനെസ് ഫീല് ഈ ഒരു ഡേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളിതാ ഫസ്റ്റ് ട്രിപ്പ് ഗ്രില്ല് ചെയ്തതൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഞങ്ങളതൊക്കെ ഒരു വാഴയിലൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങ് വെച്ചു കേട്ടോ. നമുക്ക് 2-3 ബാച്ചായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിശപ്പൊക്കെ വരുമല്ലോ. ഓൾറെഡി നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയതാണല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ബീഫ് വരട്ടി വെച്ചുകൊണ്ട് ബീഫ് ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പല പല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു രസമുണ്ട്. അതിൽ കൂടെ എന്താ പറയുക ഇതെല്ലാം ഈ കുക്കിംഗ് എല്ലാ പരിപാടിയും അത് ടേസ്റ്റിങ് കുക്കിംഗ് അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അത് നമ്മൾ എന്താ പറയുക ആ ഒരു ഫീല് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോഴാണ് രസം കേട്ടോ. എന്താ പറയുക ഞങ്ങൾ കുറേ കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു, കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു ഒരു ചിരി ഒഴിഞ്ഞ നേരം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ ഓരോ എക്സ്പീരിയൻസുകൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുക, ട്രോളുക, ഇതൊക്കെ തന്നെയായിരുന്നു. അതിന് ശേഷം എന്ത് ചെയ്യും ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ജിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലുണ്ടായത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് ഒന്ന് തിന്നു. എന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്ത് വരുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് അതൊക്കെ ചെയ്തു ഫുഡൊക്കെ കഴിച്ചിരുന്നു ഇങ്ങനെ. അതിന് ശേഷം എന്താ എല്ലാം സെറ്റായപ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് ഇല വിരിച്ചിട്ടിട്ടാണ് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് കഴിച്ചത് കേട്ടോ. ഞങ്ങൾ മയണൈസൊക്കെ ഉണ്ടാക്കി, ഹോം മെയ്ഡാണ് കേട്ടോ ഒക്കെ അത്. അപ്പോൾ അതെ അവരുടെ പ്രകടനം വേറെ, ജിഷ്ണുവിൻ്റെയും സഞ്ജുവിൻ്റെയും സ്നേഹപ്രകടനമാണ് ആ കാണുന്നത്. ഞങ്ങളിതാ ഇതൊക്കെ കൂട്ടി ഫ്രൂട്ട്സും ബീറും അതേപോലെ ചിക്കനും എല്ലാം കൂടി ബീഫും ഒക്കെ കൂടി ഇരുന്ന് അങ്ങോട്ട് നന്നായി ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസ് പരിപാടിയായിരുന്നു. എൻ്റെയും ജിഷ്ണുവിൻ്റെയും അർമാദിക്കലാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ആരുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ എവിടെ നിന്നും തുള്ളും, അങ്ങനെയാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. അങ്ങനെയാണ് എവിടെ നിന്നും ഡാൻസ് കളിക്കും ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടാണ്. ആദ്യം ഇവർ 3 പേര് അങ്ങോട്ട് തുടങ്ങിയെന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളും കയറി അങ്ങ് തുള്ളലായിരുന്നു. പിന്നെ അത് കപ്പിൾ ഡാൻസായി മാറി, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഒരു അടിപൊളി പരിപാടിയായിരുന്നു. നമ്മളെന്താ പറയുക കുക്കിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അർമാദിക്കൽ ഡാൻസ് പരിപാടി, പാട്ട് വയ്ക്കുക, നല്ല ഉറക്ക പാട്ട് വയ്ക്കുക, ഡാൻസ് കളിക്കുക. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയിട്ട് കിടക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പായം തലാണയൊക്കെ എടുത്ത് നേരെ ബീച്ചിൽ പോയി അവിടെ കിടക്കുകയാണ് ചെയ്തത് അന്നത്തെ ദിവസം. അങ്ങനെ നല്ലൊരു അടിച്ചു പൊളിച്ച ഡേ ആയിരുന്നു. ബൈ.